കഴിഞ്ഞ മാസമാണ് ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയൊരു സമരം തന്നെ നടന്നത്. 36 ദിവസത്തോളം നീണ്ടുനിന്ന സമരം അവസാനം ജൂലൈ 20-ാം തീയതിയോടുകൂടി പാർലമെന്റിലേക്ക് വലിയൊരു മാർച്ച് നടക്കുന്നു. അങ്ങനെ ഡൽഹി മൊത്തത്തിൽ ഒരു അശാന്തിയായി മാറുന്ന ഒരു കാഴ്ച. പാർട്ടി പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു, അവിടെ സംഘർഷം ഉണ്ടാകുന്നു, ഒരു കലാപത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. അങ്ങനെ അവരുടെ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള ആവശ്യമായിരുന്നു നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇപ്പോൾ ഒരു സർവേ ഫലം പുറത്തു വന്നിട്ടുള്ളത്, ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ BJPയോ അതോ ഇന്ത്യ സഖ്യമാണോ ജയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതായത് കേന്ദ്രത്തിൽ ഹാട്രിക് ഭരണം തുടരുന്ന BJP സർക്കാരിന് ഈ ഭരണകാലത്ത് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സമരമായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം. സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ സോഷ്യൽ മീഡിയയ്ക്കകത്തും പുറത്തും വലിയ പ്രതിഷേധമാണ് അലയടിച്ചത്. പ്രതിപക്ഷത്തിന് വലിയ ഊർജവും ഈ സംഭവ വികാസങ്ങൾ പകർന്നിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്ത് സംഭവിക്കും എന്ന് പോൾ ട്രാക്ക് മൂഡ് ഓഫ് ഇന്ത്യ 2024 സർവേ അവർ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP നയിക്കുന്ന NDA വിയർക്കുമെന്നാണ് ആ സർവേ പറയുന്നത്. അത് പോൾ ട്രാക്ക് ഓഫ് ഇന്ത്യയുടെ സർവേ പറയുന്നത്. ജൂലൈ 3-നും ആഗസ്റ്റ് 7-നും ഇടയിലായി നടന്ന സർവേയിലെ കണ്ടെത്തൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ്. 543 ലോക്സഭാ സീറ്റുകളിൽ 280 സീറ്റ് നേടി ഇന്ത്യ സഖ്യം കേവലം ഭൂരിപക്ഷം മറികടന്ന് അധികാരത്തിലേക്ക് എത്തുമെന്നാണ് സർവേ പറയുന്നത്. 44% വോട്ട് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കാനാണ് സാധ്യത. അതേസമയം NDAക്ക് 240 സീറ്റുകളാണ് ലഭിക്കുക. 40% വോട്ടും BJP നയിക്കുന്ന സഖ്യത്തിന് ലഭിക്കും. മറ്റുള്ളവർക്ക് 16% വോട്ടും 23 സീറ്റുകളും ലഭിക്കുമെന്ന് സർവേ വ്യക്തമാക്കുന്നുണ്ട്. 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് വഴി 4,35,451 പേരിൽ നിന്നാണ് സർവേ വിവരങ്ങൾ ശേഖരിച്ചതെന്നാണ് സർവേ നടത്തിയ സ്ഥാപനം പറയുന്നത്. NDA സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തരാണോ എന്ന ചോദ്യത്തിന് 42% പേർ അതെ എന്നാണ് ഉത്തരം നൽകിയത്. അതേസമയം 58% പേർ തൃപ്തരല്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത് എന്നാണ് സർവേ നടത്തിയ ആ സ്ഥാപനം പറയുന്നത്. NDA സർക്കാരിന്റെ വിദേശ നയം ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ സഹായിച്ചോ എന്ന ചോദ്യത്തിന് അതെ എന്ന് 39% പേരും ഇല്ല എന്ന് 49% പേരും അഭിപ്രായപ്പെടുന്നു. അറിയില്ല എന്ന് ഉത്തരം നൽകിയിരിക്കുന്നത് 12% പേരാണ്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് സർവേയിൽ പങ്കെടുത്ത 48% പേർ അല്ല എന്ന ഒരു ഉത്തരവും നൽകിയിട്ടുണ്ട്. അതേസമയം 42% പേർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുവെന്നും 10% പേർ അഭിപ്രായം ഇല്ല എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു സർവേ 2014 മുതലാണ് നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഓരോ സർവേകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് കർഷക സമരം ഉണ്ടായ സമയത്ത് പൗരത്വ ഭേദഗതിയുമായി ഉണ്ടായ ഒരു സമരം, അഗ്നിവീർ പദ്ധതിയുമായി ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോഴും, അതായത് അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്നപ്പോഴും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു കലാപം ഡൽഹിയിൽ അടക്കം ബീഹാറിലടക്കം നമ്മൾ കണ്ടതാണ്. കൂടാതെ ജമ്മു കാശ്മീരിൽ നിന്നടക്കം ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോഴും മോദി സർക്കാരിന് ഇപ്പോൾ താഴെ വീഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ മോദിക്കും അല്ലെങ്കിൽ BJPക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും, കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാകും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ താഴെയടക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യ സഖ്യം എന്നൊരു മുന്നണി രൂപീകരിച്ചത്. ആ മുന്നണി രൂപീകരിച്ചപ്പോൾ അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് മോദിയെ നമ്മൾ ഇപ്രാവശ്യം താഴെ ഇറക്കിയിരിക്കും. പക്ഷേ എന്നിട്ടും 3-ാം തവണയും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന് പോലും കഴിഞ്ഞില്ല എന്നുള്ളത് എത്രത്തോളം BJPയുടെ ഒരു ശക്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം.